വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ ചാപ്റ്റർ നമ്മൾ കുറച്ച് പഠിച്ച് നിർത്തി വെച്ചിരുന്നു അല്ലേ? എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? സ്റ്റേറ്റ് ഓഫ് മോഷൻ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ദെൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? പെട്ടെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം നോക്കൂ ടെക്സ്റ്റ് ബുക്കിൽ. സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്നുള്ള ടോപ്പിക്കാട്ടോ മീൻസ് എടുക്കുന്നത് എന്ന്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 121 ആണ്. നോക്കൂ എന്തൊക്കെയാണ് സ്പീഡ് ആൻഡ് വെലോസിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. Did you read the notice put up in the city? സിറ്റിയിൽ ട്രാഫിക് പോലീസ് അവിടെ ഒരു നോട്ടീസ് വായിച്ചിട്ട് എന്താ അത്? നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡൈഡ് ഇൻ ആക്സിഡൻറ്റ്സ് ഇൻ ദ സിറ്റി ദിസ് ഇയർ വിൽ നൗ 146 അല്ലേ? 146 പേര് മരിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചെറിയ നോട്ടീസൊന്നും അല്ല. അപ്പം എന്താ താഴെ? ലൈഫ് ഇസ് പ്രഷ്യസ്, ഡ്രൈവ് സേഫ്ലി എന്നാണ്. ഓക്കെ, നമ്മുടെ ജീവിതം വളരെ വിലയേറിയതാണ്. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഡ്രൈവ് ചെയ്ത് പോവാന്നുള്ളതാണ്. എന്തിനാണ് നിങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ള പോർഷനിൽ ഇങ്ങനൊരു സൈൻ ബോർഡ് കൊടുത്തിരിക്കുന്നത്? എന്തിനാന്ന് മനസ്സിലായോ? ഇതിൽ നിന്നും നമ്മൾ എന്താ പഠിക്കേണ്ടത്? സിറ്റിയിൽ എത്ര സ്പീഡിൽ ഡ്രൈവ് ചെയ്യാം, ട്രാഫിക് കുറഞ്ഞ റോഡുകളിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം എന്താ അറിയണം? ഇപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പോയിട്ടല്ല കേട്ടോ, നിങ്ങൾ ഭാവിയിൽ എന്തായാലും ഡ്രൈവ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും യൂസ് വേണ്ടേ? അല്ലാതെ വെറുതെ കുറേ അത് ഇതെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലാഞ്ഞാലോ? അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്ന? സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ച അതേപോലെ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇക്വേഷൻസ് എന്താണ്, യൂണിറ്റ് എന്താണ്, അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഡിഡ് യു റീഡ് ദ നോട്ടീസ് പുട്ട് അപ്പ്? മീൻസ് വായിച്ചു. നോക്കൂ, ലെറ്റ് us see measurements of figure 9.2 and do another activity. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നോക്കാം മിസ്, രണ്ട് ഭാഗത്തോടെ മാറി മാറി മിസ്സിന് കാണിക്കാൻ പറ്റില്ല സ്ക്രീനിൽ. ദാറ്റ്സ് വൈ. അപ്പോൾ അതായത് കഴിഞ്ഞ ദിവസം 9.2 നമ്മൾ എന്താ പഠിച്ചിരുന്നു? ഒരാൾ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുന്ന വഴി എന്തുണ്ടായിരുന്നു? ദർ വാസ് എ ഹോസ്പിറ്റൽ, ദെൻ റിട്ടേൺ ബാക്ക് ടു ഹോം ത്രൂ എ റേഷൻ ഷോപ്പ്. ഓർമ്മയില്ലേ? അപ്പോൾ ആ 9.2 എന്ന ആ ഫിഗറിൽ നിന്നും നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ദ ടൈം ടേക്കൺ ടു ട്രാവൽ ടു ഓഫീസ് ആൻഡ് ബാക്ക് ഹോം. രണ്ടും എത്രയാണ്? 600 സെക്കൻഡ്സ് ആണ്. 600 സെക്കൻഡ്സ് കൊണ്ട് സെക്കൻഡിൽ തന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈമിൻ്റെ SI യൂണിറ്റ് എന്തായിരുന്നു? സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ്സിലാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ദിസ് മെഷർമെൻറ്റ്സ് ട്രൈ ടു കംപ്ലീറ്റ് ടേബിൾ 9.5. അപ്പോൾ ഈ ഇത് വെച്ചിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 9.5 ഒരു ടേബിളുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെ ഫിഗർ ഇതായിരുന്നു കേട്ടോ. നമുക്ക് അറിയില്ലെങ്കിൽ മിസ് ഒന്നുകൂടെ കാണിക്കും. ഇതായിരുന്നു നമ്മളെ ഫിഗർ. എങ്ങനെയായിരുന്നു ഫിഗർ? ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഓഫീസ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഫ്രം ഹിസ് ഹൗസ് ടു ഓഫീസ് 600 മീറ്റർ പ്ലസ് 300 മീറ്റേഴ്സ്, ഇറ്റ് ഇസ് 900 മീറ്റേഴ്സ്. ബാക്ക് ടു ഹോം എത്രയായിരുന്നു? 660 മീറ്റേഴ്സ് പ്ലസ് 420 മീറ്റേഴ്സ്, ഇറ്റ് ഇസ് 1080 മീറ്റേഴ്സ്. റൈറ്റ്? സ്ട്രെയിറ്റ് എന്തായിരുന്നു? ഫ്രം ഹോം ടു ഓഫീസ് 480 മീറ്റേഴ്സ്. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു അങ്ങോട്ട് അദ്ദേഹം ഫ്രം ഹിസ് ഹോം ടു ഹിസ് ഓഫീസ് ഡിസ്റ്റൻസ് ഈസ് 900 മീറ്റേഴ്സ്, ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 480 മീറ്റേഴ്സ്. റൈറ്റ്? ദെൻ ഫ്രം ഹിസ് ഓഫീസ് ടു ഹിസ് ഹോം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ഈസ് 1080 meters, but the displacement is in that case 480 meters. Total travel ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് മാറുന്നത്. റൈറ്റ്? അപ്പം നമ്മൾ അത് വെച്ചിട്ട് നമ്മുടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, നോക്കൂ. ഇതാണ് നമ്മുടെ ടേബിൾ. കണ്ടോ? എന്തൊക്കെയാണ് ടേബിൾ പറഞ്ഞിട്ടുള്ളത്?
stages of journey. നോക്കൂ, total distance traveled in meters. ഈ total distance traveled in meters എവിടുന്ന് ഓൺ റീച്ചിങ് ഓഫീസിലെത്താൻ 600 പ്ലസ് 300 ഓർമ്മയില്ലേ 900 മീറ്റേഴ്സ്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു? അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 480 മീറ്റേഴ്സ്. ടൈം ടേക്കൺ ഫോർ ദ ജേണി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ടൈം ടേക്കൺ ഫോർ ദ ജേണി ഈസ് 600 seconds. ഓക്കെ, അപ്പോൾ ഇത് മീറ്ററും സെക്കൻഡ്സും ഒക്കെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് കേട്ടോ. ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് അതെങ്ങനെയാ കാണുക? 600 സെക്കൻഡ്സിൽ 900 മീറ്റേഴ്സ് പോയി. ദെൻ വാട്ട് അബൌട്ട് 1 സെക്കൻഡ്സ്? ഇപ്പോൾ 600 സെക്കൻഡ്സിൽ ഒരാൾ എത്ര ട്രാവൽ ചെയ്തു? 900 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 900 മീറ്റേഴ്സ് പോവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്ര സമയം എടുത്തു? തിരിച്ചിങ്ങോട്ട് 900 മീറ്റേഴ്സ് പോവാൻ വേണ്ടി അദ്ദേഹം 600 സെക്കൻഡ്സ് എടുത്തു. അപ്പോൾ അദ്ദേഹം ഇപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 600 സെക്കൻഡ്സ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്? ഇറ്റ് ഈസ് 900 മീറ്റേഴ്സ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് എന്നുള്ളതാണ്. വാട്ട് ഡസ് മീൻ ബൈ ഡിസ്റ്റൻസ് ട്രാവൽ പെർ സെക്കൻഡ്? അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. 600 സെക്കൻഡ്സ് കൊണ്ട് 900 മീറ്റേഴ്സ് പോയെങ്കിൽ 1 സെക്കൻഡ് അദ്ദേഹം എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? നമ്മൾ കാണാൻ എന്താ ചെയ്യേണ്ടത്? 900 മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 600, റൈറ്റ്? ഇപ്പം 900 600 ഈ 0 കട്ട് ചെയ്ത് പോകും. രണ്ടിലും ഇല്ല. 9/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ഡിവൈഡ് ബൈ 6 മീൻസ് ഇവിടെ നിന്ന് എഴുതി കാണിക്കാം കേട്ടോ. 9 ഡിവൈഡ് ബൈ 6 1 6 are 6, ബാക്കി 3 ഉണ്ടാവും. പോയിന്റ് ഇടുക, 0 ഇടുക. 5 6 are 30. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഡിസ്റ്റൻസ് ട്രാവൽ പെർ സെക്കൻഡ് ഓർ യൂണിറ്റ് ടൈം 1.5 മീറ്റേഴ്സ്. 1.5 മീറ്റേഴ്സ്. അതായത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? 900 മീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ the time taken by him is 600 seconds. That means in 1 second he traveled 1.5 meters. Right? അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലായത്. ഓക്കെ, ദെൻ ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ 60ക്ക് പകരം നിങ്ങൾ എത്ര കൊടുത്താൽ മതി? ഇവിടെ ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന നോക്കൂ, 600 സെക്കൻഡ്സിൽ 480 മീറ്റേഴ്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണ് 1 സെക്കൻഡിൽ എത്രയായിരിക്കും? 480 ഡിവൈഡഡ് ബൈ 600 എന്ന് വരും. 480 ഡിവൈഡ് ബൈ 600 നിങ്ങൾ കണ്ടുപിടിക്കുക. അത് ഏകദേശം 1 പോയിന്റ് വരില്ല, കാരണം 480 ബൈ 600 എന്നല്ലേ. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ ഏകദേശം 0.8 മീറ്റേഴ്സ് എന്നാണ് കിട്ടാൻ. മിസ് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്ത് തരാം. നോക്കൂ, 480 ബൈ 600 അല്ലേ? അപ്പോൾ ഈ 0 കട്ട് ചെയ്ത് പോയി. 48 ബൈ 16 ആണ്. 48 ബൈ 60 പറയുമ്പോൾ നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്യാം, റൈറ്റ്? 6 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ എത്ര വരും? 10 6 are 60 അല്ലേ? എത്ര 6 ആണ്? 48. 8 6 are 48. അപ്പോൾ 8 ബൈ 10 വരും. 8 ബൈ 10 മീൻസ് വാട്ട്? 0.8. മനസ്സിലായോ? അതാണ് ഇങ്ങനെ വരിക. ഇനി അത് മാറ്റോട്ടെ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുന്നത് 900 മീറ്റേഴ്സ് ആയിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് 480 ആയിരുന്നു. നമ്മുടെ പിക്ചറിലുണ്ട് കേട്ടോ. ടൈം ടേക്കൺ ഫോർ ദ ജേർണി എന്ന് പറഞ്ഞാൽ 600 സെക്കൻഡ്സ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 1 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതാണ്. അപ്പം 900 ബൈ 600 എത്ര വരും? 1.5 മീറ്റേഴ്സ് എന്ന് വരും. ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 0.8 മീറ്റേഴ്സ് എന്ന് വരും. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. അടുത്ത് നോക്കൂ എങ്ങനെയാണ്. ഓൺ റീച്ചിങ് ഹോം, തിരിച്ച് അദ്ദേഹം എവിടെ എത്തി? വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയായിരുന്നു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അദ്ദേഹം ഏത് വഴിയാണ് തിരിച്ചു പോയത്? റേഷൻ ഷോപ്പ് വഴിയാണ്. അപ്പോൾ റേഷൻ ഷോപ്പ് വഴി തിരിച്ചു പോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഡിസ്റ്റൻസ്? 660 മീറ്റേഴ്സ് പ്ലസ് 420. 660 പ്ലസ് 420 അതായത് 1000
480 meters ആണ് ട്രാവൽ ചെയ്തത്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് അപ്പോഴും അവിടെ എത്ര തന്നെയാണ്? 480. ഇവിടെയും ടൈം ടേക്കൺ ഫോർ ദ ജേർണി എത്ര തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ 600 seconds. ദെൻ ഡിസ്റ്റൻസ് ട്രാവൽ പെർ സെക്കൻഡ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഓർമ്മയുണ്ടല്ലോ, നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? 600 seconds കൊണ്ട് എത്ര പോയി എന്നാ പറഞ്ഞത്? 1080 meters. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പോയി എന്ന് കാണാൻ എന്ത് ചെയ്യണം? 1080 divided by 600 ചെയ്യാം. ഇപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്? 1.8 എന്ന് കിട്ടും. ഇതിന് മിസ് ചെയ്ത് തരണമെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലേ? ഒരു സീറോ കട്ട് ചെയ്യുക. ദെൻ 108ലും 60ലും 6 കൊണ്ട് കട്ട് ചെയ്യാം. 108 നമുക്ക് ഇവിടെ മിസ് ഈ സൈഡിലായിട്ടാണ് എഴുതുന്നത്. 108 തന്നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര 6 കിട്ടും നമുക്ക് നോക്കാം. 1 6 are 6, then 4 ആണ് 48. 8 6 are 40 അല്ലേ? 18 കിട്ടും. മുകളിൽ നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. താഴെ നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. 10 6 are 60. അപ്പോൾ 18/10. 18/10 means 1.8. അങ്ങനെയാണ് 1.8 ആയിട്ട് മാറുന്നത് കേട്ടോ. 1.8 meters. ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെയാണ്? 480. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിസ്പ്ലേസ്മെന്റ് എത്ര ഇവിടെ വന്നത്? മുകളിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് വന്നത്? 600 seconds കൊണ്ട് 480 meters ആണ് ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര പോയി എന്നറിയാം. നമ്മൾ 480 divided by 600 നിങ്ങൾക്ക് എത്ര കിട്ടിയിരുന്നത്? 0.8 meters അല്ലേ? ഇവിടെ തന്നെയാണ് 0.8 meters നമുക്ക് ഫസ്റ്റിലും കിട്ടിയത്. അപ്പോൾ രണ്ട് കേസിലും ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് എന്താണ്? ഈക്വൽ ആണ്. പക്ഷെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം വരുന്ന കേസിൽ രണ്ടും രണ്ടാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് എത്രയായിരുന്നു കിട്ടിയിരുന്നത്? 1.5 ആണ്. സെക്കൻഡ് നമുക്ക് 1.8 ആയിട്ട് മാറി. അപ്പം ഇത് ഈ കോളമാണ്. ഇതിൽ നിന്നും എന്താണ് വെലോസിറ്റി, എന്താണ് സ്പീഡ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, നമുക്ക് എന്താണ് താഴെ പറഞ്ഞിരിക്കുന്നത് ആവശ്യമില്ല. ഇപ്പം എന്താണ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പാത്ത് ടേക്കൺ. ഇൻ കേസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഒരിക്കലും പാത്ത് അറിയേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ഓൺലി ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദ ബോഡി. അത് മാത്രമേ നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. While calculating velocity, this straight line distance itself is the displacement, even if it is not the actual path taken. ഇപ്പം ശരിക്കും പോയിട്ടുള്ള പാത്ത്, ആക്ച്വൽ പാത്ത് അതല്ലെങ്കിൽ കൂടി നമ്മൾ എന്താ എടുക്കുക? സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ആണ്. ഏതിൻ്റെ കേസിൽ എടുക്കുക? എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് കേസിൽ എടുക്കുക. But the time taken to cover the actual distance should be used for calculation. ടൈം പക്ഷെ എന്തെങ്കിലും എടുക്കണം? കറക്റ്റായിട്ട് നമ്മൾ എടുക്കണം. അപ്പം അതിപ്പോൾ ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻസ് ഫോർ വെലോസിറ്റി. അപ്പം നമ്മളിനി പഠിച്ചില്ല അല്ലേ? എന്താണ് സ്പീഡ്, എന്താ വെലോസിറ്റി എന്ന് പഠിച്ചോ? പഠിച്ചില്ല. അപ്പോൾ മിസ് നിങ്ങളെ പഠിപ്പിക്കാം എന്താണ് സ്പീഡ്. ഇപ്പം നമ്മൾ കോളം ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി, ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, അപ്പോൾ ആദ്യം മിസ് പറയാൻ പോകുന്നത് സ്പീഡിനെ കുറിച്ചാണ്. എന്താണ് സ്പീഡ് എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് സ്പീഡ്? വാട്ട് ഇസ് സ്പീഡ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അതിനാണ് നമ്മൾ സ്പീഡ് എന്ന് പറയാം. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് സ്പീഡ്. അപ്പോൾ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 second അല്ലെങ്കിൽ 1 hour. 1 second, 1 minute or 1 hour. But the standard unit of time is seconds. We usually use seconds. Right? അപ്പോൾ ഇവിടെ എന്തായിരിക്കും സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറിയോ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ യൂണിറ്റ് ടൈം എന്നല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം, ഇതാണ് സ്പീഡിൻ്റെ യൂണിറ്റ്. ഡിസ്റ്റൻസ് എന്താ നമ്മൾ പഠിച്ചു അല്ലേ? ഡിസ്റ്റൻസ് ഇസ് എ സ്കാലാർ ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസ് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? മാഗ്നിറ്റ്യൂഡ് മാത്രം അറിഞ്ഞാൽ മതി, ഡയറക്ഷൻ അറിയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ സ്പീഡിനും ഇറ്റ് നീഡ്സ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ അറിയേണ്ട ആവശ്യമില്ല.
പാത്ത്, പോകുന്ന പാത്ത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് പാത്ത് ആണ് ഡിസ്റ്റൻസ്. ദെൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ യൂണിറ്റ് ടൈം ഇസ് കോൾഡ് സ്പീഡ്. ഇപ്പോൾ ഒരു നമ്മളോട് പറയാണ് ബോഡി എ, അപ്പോൾ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഒരു ബോഡി ട്രാവൽ ചെയ്യാണ്. അപ്പം ഇങ്ങനെ പോയെന്ന് വിചാരിച്ചുള്ളൂ, ഒരു 240 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. ട്രാവൽ എത്ര ടൈം കൊണ്ടാണെന്നറിയോ ട്രാവൽ ചെയ്തത്? ഒരു നമുക്ക് 40 സെക്കൻഡ്സ് കൊണ്ടാണ്. 40 സെക്കൻഡ്സ് കൊണ്ടാണ് 240 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്പീഡ് കണ്ടുപിടിക്കുക? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഈസ് 240 meters. Then time taken to travel 240 meters is 40 seconds. നമുക്ക് എന്ത് കിട്ടും? ഇതൊന്ന് കട്ട് ചെയ്ത് പോയാൽ 6 എന്ന് കിട്ടും. 6 എന്താ ഇവിടെ കിട്ടുക? വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ദിസ് 6? യൂണിറ്റ് ഓഫ് ദി സ്പീഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. യൂണിറ്റ് ഓഫ് സ്പീഡ് കാണാൻ എന്താ ചെയ്യുക? ഫിസിക്സിലും ഒക്കെ എന്തിന് യൂണിറ്റ് കാണണമെങ്കിലും ഇക്വേഷൻ നോക്കുക. ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഓരോന്നിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഇസ് മീറ്റേഴ്സ്. സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത് കേട്ടോ. കിലോമീറ്ററും അതൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? ഇറ്റ് ഇസ് മീറ്റർ. ബൈ ടൈമിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ്. ദെൻ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് സ്പീഡ്? ഇറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പം നമ്മളിവിടെ എത്ര എഴുതേണ്ടത്? 6 meter per second. ഈ ഇദ്ദേഹം ശരിക്കും പോയത് ഇങ്ങനെയാണ്. പക്ഷേ ഈ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, നോക്കൂ, സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 200 meters ആണ് വിചാരിച്ചോളൂ. 200 meters. ബട്ട് ഹി ട്രാവൽ ത്രൂ ദിസ്, കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കാണാൻ നമുക്ക് എന്താ വേണ്ടത്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന് പകരം എന്ത് കൊടുക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി ഇൻ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് വെലോസിറ്റി. ഇപ്പം ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ് എ, ഫൈനൽ പൊസിഷൻ ഇതാണ് ബി. ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ to final position is എന്താണ്? ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ 200 meters ആണ്. സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്? 200 meters ബൈ ടൈം ടേക്കൺ എത്രയാണ്? ടൈം ടേക്കൺ 40 seconds തന്നെയാണ്. അദ്ദേഹം പോയത് ഈ വഴി അല്ലെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പോയ വഴി നോക്കിയിട്ടല്ല എടുക്കുക, ആണോ? പോയ വഴി നമുക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല. ഏത് വഴിയിലൂടെ പോയാലും we have no problem. നമുക്ക് എന്തുമാത്രം അറിഞ്ഞാൽ മതി? ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദ ബോഡി മാത്രം അറിഞ്ഞാൽ മതി. തമ്മിലുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് കണ്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്യാം. പോയത് ഏതോ വഴി ആയിക്കോട്ടെ. പക്ഷെ ടൈം എന്തെടുക്കണം? 40 seconds. അവിടെ എത്തിച്ചേർന്ന് 40 seconds കഴിഞ്ഞപ്പോഴല്ലേ. ബട്ട് ഇസ് 40 seconds. ഇപ്പം എത്ര കിട്ടും? ഇത് ഈ 0 കട്ട് 20/4 ഇസ് 5 meter per second എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സ്പീഡ് 6 meter per secondും വെലോസിറ്റി 5 meter per secondുമാണ്. റൈറ്റ്? നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. ഇതേപോലെ ഏകദേശം മനസ്സിലാവുന്നത് മിസ് പറഞ്ഞുതരാം. ഒരു 1 more question നോക്കും. അപ്പോൾ നമുക്ക് ഹിയർ ഇസ് ദ പോയിന്റ് എ, ഹിയർ ഇസ് ദ പോയിന്റ് എ ആൻഡ് ഹിയർ ഇസ് ദ പോയിന്റ് ബി. Straight distance from A to B is around 250 meters. Then അദ്ദേഹം പോയത് ഇങ്ങനെ ഈ വഴി കൂടെയാണ് എത്തിയത് വിചാരിച്ചോളൂ. ഇറ്റ് ഈസ് ഒരു 300 meters. റൈറ്റ്? ടൈം ടേക്കൺ ഫോർ ദ ട്രാവൽ ഇസ് 50 seconds. അങ്ങനെയാണ് നമുക്ക് എന്താ കണ്ടുപിടിക്കണം? സ്പീഡും കാണണം, വെലോസിറ്റിയും കാണണം. വാട്ട് അബൌട്ട് സ്പീഡ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ? ഡിസ്റ്റൻസ് ഇസ് 300 meters. ആക്ച്വൽ പാത്ത് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് ദ പി. ഞാൻ ഈ പാത്തിൽ പി എന്ന് കൊടുക്കാം. ആക്ച്വൽ പാത്ത് ഇസ് പി. ദെൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഇസ് 300 meters ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ബൈ ഹിം ഇസ് 50 seconds. റൈറ്റ്? 50 seconds.
നമുക്ക് എന്ത് കിട്ടും? 300/50 പറഞ്ഞാൽ ഈ 0 കട്ട് ചെയ്ത് പോവും. 30/5 is 6 meter/second സ്പീഡ് കിട്ടി. Then what about velocity? നമ്മൾ വെലോസിറ്റി എഴുതുകയാണെങ്കിലോ വെലോസിറ്റി എന്തായിരിക്കും? നമ്മൾ പഠിച്ചു വെലോസിറ്റി is equal to displacement by time. റൈറ്റ്? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? അദ്ദേഹം പോയത് ഈ വഴിയിലല്ലെങ്കിലും straight distance between initial and final position is 250 meters. Then 250 divided by time taken is the same, right? 50 seconds. അപ്പോൾ നമുക്ക് എത്ര? 250/50 ഇതും കട്ട് ചെയ്ത് പോകും. 25/5 is 5 meter/second. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഡിസ്റ്റൻസ് സ്പീഡ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്? ഇനി എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? നമുക്കറിയാം സ്പീഡ് മീൻസ് ഡിസ്റ്റൻസ് ബൈ ടൈം. Velocity means displacement by time, right? Here distance is a scalar quantity. So speed is also a scalar quantity. Here displacement is a vector quantity. So velocity also is a vector quantity. എന്താണ് സ്കേലാർ, എന്താണ് വെക്ടർ എന്നുള്ളത് മിസ്സിന്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അറിയാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണാം. മിസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അല്ലേ നമ്മൾ പറഞ്ഞത് നോക്കൂ. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. എന്താണ്? യൂണിറ്റ് ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിലാണ് നമ്മൾ എന്ത് പറയാം? സ്പീഡ് എന്ന് പറയാം. Then speed is the distance traveled in unit time. Then what about velocity? Velocity is the displacement in unit time. Right? Then equation കൊടുത്തിട്ടുണ്ട്. Speed is equal to distance by time. നമ്മൾ പഠിച്ചു. Speed is equal to distance by time ആണ്. Velocity is the velocity and speed equal while traveling from home to office. അദ്ദേഹം ഹോം ടു ഓഫീസിൽ നിന്ന് പോയ സമയത്ത് അവിടെ വെലോസിറ്റിയും അദ്ദേഹത്തിന്റെ സ്പീഡും ഈക്വൽ ആയിരുന്നോ? രണ്ട് കേസിലും ഈക്വൽ അല്ല അല്ലേ? വെലോസിറ്റിയും സ്പീഡും രണ്ട് കേസിലും ഈക്വൽ അല്ല. നോ, ഇറ്റ്സ് നോട്ട് ഈക്വൽ. ഇവിടെ എത്രയായിരുന്നു? വെലോസിറ്റിയും സ്പീഡും രണ്ടും വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? ഒന്ന് 1.5ഉം ഒന്ന് 0.8ഉം ആണ് വന്നത്. ഹോം ടു ഓഫീസ് ആണെങ്കിൽ ഒന്ന് 1.8ഉം ഒന്ന് 0.8ഉം രണ്ടും ഈക്വൽ അല്ല. ഇൻ വിച്ച് യൂണിറ്റ് സ്പീഡ് എക്സ്പ്രസ്ഡ്? സ്പീഡ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? meter/second. വാട്ട് അബൌട്ട് വെലോസിറ്റി? വെലോസിറ്റി ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ meter/second. വാട്ട് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ പേഴ്സൺസ് ട്രാവൽഡ്? അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുള്ള സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരുന്നു സ്പീഡ്? അദ്ദേഹം ട്രാവൽ ചെയ്ത സ്പീഡ് എത്രയായിരുന്നു? From his home to office, what is his speed? 1.5 meter/second ആയിരുന്നു അല്ലേ? വീട്ടിൽ നിന്നും ഓഫീസിലെത്താൻ. വാട്ട് ഈസ് ഹിസ് വെലോസിറ്റി ആസ് ഹി റീച്ചസ് ഹോം? തിരിച്ച് വീട്ടിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? വീട്ടിലേക്ക് എത്തിയ സമയത്ത് വെലോസിറ്റി രണ്ട് കേസിലും ഈക്വൽ ആണ് അല്ലേ? രണ്ട് അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴൊക്കെ വെലോസിറ്റി എത്രയാണ്? 0.8 തന്നെയാണ്. എന്തിനാണ് അവിടെ മാറ്റം വന്നത്? ഏതിനാണ് അവിടെ മാറ്റം വന്നത്? സ്പീഡിനാണ് അവിടെ മാറ്റം വന്നത്. എന്തുകൊണ്ടാണ് സ്പീഡിന് മാറ്റം വരാൻ കാരണം? സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പാത്തിന്റെ ലെങ്തിനാണ് നമ്മൾ എന്ത് പറയാ? ഡിസ്റ്റൻസ് എന്ന് പറയാം. പക്ഷെ ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെയല്ല. ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാത്രം അറിഞ്ഞാൽ മതി ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ വെലോസിറ്റിക്ക് ഒരു മാറ്റം വരില്ല. പോയ വഴി എന്തായാലും വെലോസിറ്റിക്ക് ഒരു മാറ്റവും വരില്ല. Right? Velocity is a vector quantity. What do you think speed is? Speed is a scalar quantity. Why speed is a scalar quantity? Speed is the distance traveled in unit time. Distance is a scalar quantity, so speed is also a scalar quantity. Right?
അപ്പം അതാണ് അത്. ഇനി വേറൊരു കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു ചെറിയ ഇത് തന്നിട്ട് അവിടെ ക്വസ്റ്റ്യൻ ഒന്നുമില്ലേ, ഒരു കോളം ഉണ്ടല്ലോ, നോക്കട്ടെ കേട്ടോ. അവിടെ നമുക്ക് ഒന്നും കൊടുത്തിട്ടില്ല, എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒബ്സർവ് ദ ഡെപ്പിക്ഷൻ ഓഫ് ദ പാത്ത് ടേക്കൺ ബൈ എൻ ഒബ്ജക്റ്റ് ആസ് ഇസ് മൂവ് ഫ്രം എ ടു സി. കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട്. സ്പീഡും അതിൻ്റെ വെലോസിറ്റിയും കണ്ടുപിടിക്കണമെന്ന് മാത്രമേ നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എ ടു ബി ദെൻ ബി ടു സി ആണ്. അപ്പോൾ അദ്ദേഹം എ ടു സി എത്തുമ്പോൾ നമുക്ക് രണ്ടൊന്ന് കണ്ടുപിടിച്ചേക്കാം അല്ലേ. ഫ്രം എ ടു സി എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാണ്? ഡിസ്റ്റൻസ് 60 + 40. എത്രയാണ് 60 + 40 എന്ന് പറഞ്ഞാൽ? 60 + 40 is 100. ഇറ്റ് ഈസ് 100 meters അല്ലേ. ഡിസ്റ്റൻസ് 100. 60 + 40 100 meters. എത്ര ടൈം എടുത്തത്? 6 seconds പ്ലസ് ടൈം നോക്കൂ, 6 + 4 എത്രയാണ്? ഇറ്റ് ഈസ് 10 seconds. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതിൻ്റെ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് 100 meters, ടൈം 10 seconds. അപ്പോൾ എത്ര വരും? 100/10 ഇറ്റ്സ് ഈക്വൽ ടു 10 meter/second. ഇതാണ് സ്പീഡ് വരും. ദെൻ വാട്ട് അബൌട്ട് വെലോസിറ്റി? വെലോസിറ്റി നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. എത്രയാ? 70 meters ബൈ ടൈം എത്ര തന്നെയാണ്? 6 + 4 ഇറ്റ് ഈസ് 10 seconds തന്നെയാണ്. കാരണം അദ്ദേഹം പോയ പാത്ത് എന്ന് പറഞ്ഞാൽ എ ടു ബി ദെൻ ബി ടു സി ആണ്. അത് സ്പീഡ് എടുക്കുമ്പോഴേ നമ്മൾ എടുക്കുകയുള്ളൂ. വെലോസിറ്റി എടുക്കുമ്പോൾ നമ്മൾ ഏത് പാത്ത് പോയാലും നമുക്ക് പ്രശ്നമല്ല, സ്ട്രെയിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷെ ടൈം എന്തെങ്കിലും എടുക്കണം, ആക്ച്വലായിട്ട് എത്ര സമയം എടുത്തു അത് തന്നെ എടുക്കണം കേട്ടോ. ഇപ്പം 10 seconds നമുക്ക് എത്ര കിട്ടും? 7 meter/second എന്ന് കിട്ടും. അപ്പം നമുക്ക് സ്പീഡ് 10 meter/second കിട്ടി, വെലോസിറ്റി 7 meter/second എന്ന് കിട്ടി. ഓക്കെ, അപ്പം അതാണ് അവിടെ പറഞ്ഞു. ഇനി ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ബിക്കം ഈക്വൽ. സ്പീഡും വെലോസിറ്റി എപ്പോഴാണ് ഈക്വൽ ആവുക? നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്നും പഠിച്ചില്ലേ, എപ്പോഴാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവുക? ഇഫ് ദ ബോഡി ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് പാത്തിലാണ് പോകുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും അതായിരിക്കും, ഡിസ്റ്റൻസും അതായിരിക്കും. റൈറ്റ്? അപ്പം നമുക്ക് എന്ത് കിട്ടും? സ്പീഡും വെലോസിറ്റിയും ഒരേപോലെ കിട്ടും. ഇനി രണ്ടിൻ്റെയും വ്യത്യാസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്കേലാർ ക്വാണ്ടിറ്റി. വെലോസിറ്റി ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അത് മാത്രമേ ഉള്ളൂ. എന്താണ് വാട്ട് സ്പീഡ്? നമ്മളെന്താ സ്പീഡ് പറയാം? സ്പീഡിൻ്റെ ഡെഫിനിഷൻ എന്താണ് പറയുമോ? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ വെലോസിറ്റിയോ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അതാണ് വ്യത്യാസം. പിന്നെ ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് തന്നെ. ഇനി നമുക്ക് അടുത്ത ഇവിടെ ചെറിയ കോളത്തിൽ നോട്ടിക്കൽ മൈൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. നോട്ടിക്കൽ മൈൽ ഇസ് എ യൂണിറ്റ് ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഏവിയേഷൻ ആൻഡ് സീ ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഈ പ്ലെയിനിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നോട്ടിക്കൽ മൈൽ എന്നാണ് പറയാം കേട്ടോ. 1 nautical mile is 1.852 kilometers. The unit for measuring the speed of aeroplanes and ships is knot. ആ നോട്ട് KNOT നോട്ടാണ്. ഇത്ര നോട്ടാണെന്നാണ് പറയുക. എന്തിൻ്റെ സ്പീഡ്? എയറോപ്ലെയിൻ്റെയും ഷിപ്പിൻ്റെയൊക്കെ സ്പീഡ് നമ്മൾ അങ്ങനെയാണ് പറയാം. 1 knot is a speed taken to travel 1 nautical mile in 1 hour. അപ്പോൾ അതായത് 1 മണിക്കൂർ കൊണ്ട് 1 nautical mile ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എത്ര സ്പീഡ് വേണം? മനസ്സിലായി? എത്ര സ്പീഡിൽ പോകണം? ആ സ്പീഡിനാണ് നമ്മൾ എന്ത് പറയുക? 1 knot എന്ന് പറയാം. 1 knot is a speed taken to travel 1 nautical mile in 1 hour. അപ്പോഴേ 1 knot ആവുള്ളൂ. മനസ്സിലായോ? 1 nautical mile by 1 hour. ഇറ്റ് ഇസ് 1 knot. അപ്പം അതാണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിർത്താണ്. മിസ് വെലോസിറ്റിയും
നമ്മൾ സ്പീഡുമാണ് പഠിച്ചത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡാണ്. അത് കുറച്ചധികം പറയാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ വലിയ ടോപ്പിക്കായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സമയമൊന്നും വേസ്റ്റ് ചെയ്യരുത്. മിസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ മിസ്സിനെ വിളിക്കുക. ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ